ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്നതിനെക്കുറിച്ച് എടുക്കാൻ പോണവർക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു വണ്ടി നോക്കാൻ ചെല്ലുമ്പോൾ ഫസ്റ്റ് നോക്കേണ്ടത് അതിൻ്റെ ഗ്ലാസ് ഒറിജിനൽ കമ്പനി ഗ്ലാസ് ആണോ എന്ന് നോക്കുക. പൊട്ടിയിട്ടുണ്ടെങ്കിൽ മാറിയിട്ടുണ്ടാവും, ഇടിച്ചിട്ടുണ്ടെങ്കിൽ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ നോക്കുക. അത് ഇതുപോലെ വ്യത്യാസമായിരിക്കും. 2009 ആ ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട് എൻ്റെ. അപ്പോൾ ഇതിൻ്റെ 2008 ബാക്ക് ഗ്ലാസ്സും ഇതിൻ്റെ മാറിയിട്ടുണ്ട്. അതുപോലെ ആ സൈഡ് 2009. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തത്, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഒരാൾ ആക്സിലേറ്റർ ഇങ്ങനെ ചവിട്ടി കൊടുക്കുമ്പോൾ ബാക്കിൽ പോയി പുകയുണ്ടോയെന്ന് നോക്കുക. പ്രത്യേകിച്ച് വെള്ളപ്പുക വരുന്നുണ്ടെങ്കിൽ ആ വണ്ടി നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. എൻജിൻ പണിയുടെ തുടക്കമായിരിക്കും വെള്ളപ്പുക വരുന്നത്. കറുത്ത പുകയാണ് അത്ര പ്രശ്നമില്ല. അപ്പം വെള്ളപ്പുക വന്ന വണ്ടി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. രണ്ടാമത്തത്, കിലോമീറ്റർ നോക്കുക. കിലോമീറ്റർ കമ്പനി സർവീസ് വണ്ടിയാണെങ്കിൽ കൃത്യമായി നമുക്ക് കിലോമീറ്റർ അറിയാൻ പറ്റും. അതുകൊണ്ട് കമ്പനി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ അറിയാവുന്ന വണ്ടിയാണേലും കുഴപ്പമില്ല. കിലോമീറ്ററൊക്കെ ഇപ്പോൾ ഈ കിലോമീറ്റർ നമുക്ക് വേണമെങ്കിൽ 1 ലക്ഷം ആക്കാം. അതിനുള്ള സിസ്റ്റമൊക്കെ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത് ശ്രദ്ധിക്കുക. നമ്മൾ AC ഓണാക്കി നോക്കുക. ACക്ക് കൂളിംഗ് ഉണ്ടോ എന്ന് നോക്കുക. നല്ല രീതിയിൽ ഇച്ചിരി നേരം ഇട്ട് നോക്കുക. ക്ലച്ച് ചവിട്ടി നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ക്ലച്ച് ചവിട്ടിയിട്ട് നമ്മൾ ഗിയറൊക്കെ ഒന്ന് ഇട്ട് നോക്കുക. ഗിയറിന് ടൈറ്റ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുക. ക്ലച്ച് ചവിട്ടി നോക്കുക. പിന്നെ നമ്മൾ അത്യാവശ്യം ഓടിച്ച് നോക്കുമ്പോൾ ഇച്ചിരി കാല് കൊടുത്ത് ഓടിച്ച് നോക്കുക. വലിയുണ്ടോ വണ്ടിക്ക്. വലിയ ഇല്ലെങ്കിൽ അത് എൻജിന് പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തായിട്ട് നമുക്ക് ബോണറ്റ് തുറക്കണം. ഇവിടെ ബോണറ്റ് ഇത് തുറക്കുക. ബോണറ്റ് തുറന്നിട്ടുണ്ട്. ബോണറ്റ് തുറന്നിട്ട് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതുപോലെ പഞ്ചിങ് ഉണ്ടോ എന്ന് നോക്കുക. രണ്ട് സൈഡും പഞ്ചിങ് നോക്കുക. വണ്ടി തട്ടിയ വണ്ടിയാണെങ്കിൽ ആ പഞ്ചിങ് ഒന്നും കാണില്ല. ഇവിടെ ഇതുപോലൊരു പഞ്ചിങ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കുക. പിന്നെ കൂളൻ്റ് നമ്മൾ തുറന്ന് നോക്കണം. ഇത് കൂളൻ്റിൻ്റെ ടാങ്ക് തുറന്ന് നോക്കുക. ഇതുപോലെ നോക്കുക. കൂളൻ്റിൻ്റെ ടാങ്ക് തുറന്ന് കൂളൻ്റ് ഉണ്ടോയെന്ന് നോക്കുക. ചിലപ്പോൾ വെള്ളം ഇല്ലാണ്ട് ഓടിയ വണ്ടികൾ ഉണ്ടാകും. നമ്മളത് ശ്രദ്ധിക്കുക. ഇവിടെ ബാറ്ററിയുടെ ഡേറ്റ് ഉണ്ടാവും. പുതിയ ബാറ്ററി ആണോ എന്ന് ശ്രദ്ധിക്കുക. ബാറ്ററി മിക്ക വണ്ടിയും സെക്കൻഡ് ഹാൻഡ് എടുത്താൽ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓയിൽ സ്റ്റിക്ക് നമ്മുടെ ഊരി നോക്കുക. ഓയിൽ സ്റ്റിക്ക് ഊരി നോക്കുമ്പോൾ തന്നെ എഞ്ചിൻ്റെ ഏകദേശം കണ്ടീഷൻ അറിയാൻ പറ്റും. ഇതധികം ഓയിൽ അത്ര കറുത്തിട്ടില്ല. അപ്പം ഓയിൽ സ്റ്റിക്ക് ഊരി നോക്കി കഴിയുമ്പോൾ കറുത്ത ഓയിലാണെങ്കിൽ, കരി ഓയിലാണെങ്കിൽ വണ്ടി നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് ഓടിയ വണ്ടിയായിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടയർ ഭാഗം 4 സൈഡും നോക്കുക. നമ്മൾ ടയർ 4 തീർന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു 15,000 രൂപ വില വരും. ടയർ ഭാഗം 4 സൈഡും ശ്രദ്ധിക്കുക. ഇനി ഇതുപോലെ ഇതിൻ്റെ അടിയിൽ നമ്മൾ എന്തെങ്കിലും ഇട്ടിട്ട് ഇതുപോലെ അടിയിലേക്ക് നമ്മൾ മൊത്തം ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഇതുപോലെ തുരുമ്പ് വല്ലതും ഉണ്ടോ എന്ന് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. കാര്യം എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് ബോഡിക്ക് തുരുമ്പുണ്ടല്ല. അത് നന്നാക്കണമെങ്കിൽ ഒരുപാട് കാശാവും. അപ്പം നമ്മൾ ബോഡിക്ക് തുരുമ്പ് ഇല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസെന്ന് പറഞ്ഞാൽ ഡിക്കിയുടെ ഭാഗം നമ്മളൊന്ന് തുറന്ന് നോക്കണം. ഇതുപോലെ തട്ടും മുട്ടും ബാക്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡിക്കി നമ്മൾ തുറന്ന് നോക്കുമ്പം ഇതുപോലെ പഞ്ചിങ് ഉണ്ടാവും. പഞ്ചിങ് ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തതാണ്. പിന്നെ ഇത് ഗ്ലാസിൻ്റെ ഇതും കൂടെ നോക്കുക. ഗ്ലാസ് മാറിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇതും പൊക്കി നോക്കിയാൽ ഇവിടെ പഞ്ചിങ് അറിയാൻ പറ്റും. കണ്ട, ഇവിടെ പഞ്ചിങ് ഉണ്ട്. ഇത് പഞ്ചിങ് ആണ്.
അതുപോലെ പഞ്ചിങ് ഉണ്ടാവും, അപ്പുറത്തെ സൈഡും ഉണ്ടാവും. അത് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡീസൽ വണ്ടി അധികം ഓട്ടം ഇല്ലാത്തവർ പെട്രോൾ വണ്ടി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഡീസൽ വണ്ടി ആകുമ്പോൾ നമുക്ക് ഓട്ടം കൂടുതലുള്ളവർ മാത്രമേ ഡീസൽ വണ്ടി എടുക്കാവുള്ളൂ. അപ്പോൾ പെട്രോൾ വണ്ടി ഓട്ടം കുറവുള്ളവർ എപ്പോഴും പെട്രോൾ വണ്ടി ആയിരിക്കും എടുക്കേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഓണർഷിപ്പ് നോക്കുക. ഫസ്റ്റ് ഓണറോ ആണെങ്കിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ഓണറാവും, നമ്മൾ പിന്നെ കൊടുക്കുമ്പോൾ മൂന്നാമത്തെ ഓണറാവും.